ലക്ഷ്മീസ് ഫുഡ് ട്രീ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പഴയ കൽക്കട്ടയിലെ തങ്ക്ര എന്നുള്ള സ്ഥലത്ത് ചൈനയിൽ നിന്ന് കുടിയേറി പാർത്ത ഷെഫുകൾ ഇന്ത്യൻ ടേസ്റ്റിനും കൂടെ ഇണങ്ങുന്ന രീതിയിലുണ്ടാക്കിയ ഇൻഡോ ചൈനീസ് ഡിഷാണ് ചില്ലി ചിക്കൻ. ഇതിന് വേണ്ട സ്പ്രിംഗ് ഓണിയനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളർത്താൻ പറ്റും. അതുപോലെ തന്നെ കുറേ ഫ്രഷ് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചില്ലി ചിക്കന് പിന്നെ മൈദയും കോൺഫ്ലവറും ഒരു അരക്കപ്പ് വീതം. നമ്മൾ ആദ്യമേ ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ മിക്സ് ഉണ്ടാക്കുവാണ്. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചിക്കനിൽ പുരട്ടി കുറച്ച് സമയം വെച്ച ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. പുറമൊക്കെ ഒരുവിധം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. നല്ല ഗ്രേവിയുള്ള ചില്ലി ചിക്കനാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിന് 3 സബോളയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തുന്നതാണ്. നമ്മൾ സെലറിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചോടിങ്ങനെ കുഴിച്ചിടുമ്പോൾ അതിങ്ങനെ പൊട്ടിക്കിളുത്ത് വരും. അപ്പോൾ അങ്ങനെ കിളിപ്പിച്ച സെലറിയും സ്പ്രിംഗ് ഓണിയനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് 2 ചേർക്കുമ്പോഴേ ആ ഒരു ചൈനീസ് മണം വരുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പേരിൽ ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീടിനകത്ത് കയറി പൂ പിടിച്ച് നിൽക്കുകയാണ് ഈ പുകയുമില്ല. നമ്മൾ വലിയ പീസസായിട്ട് കട്ട് ചെയ്ത സവോള ഒരുവിധം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 2 ക്യാപ്സിക്കം അരിഞ്ഞിടും. അതിൻ്റെ അകത്ത് കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഇങ്ങനെ വഴറ്റുന്നത്. അപ്പോൾ ഇത് 2 വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു 7 പച്ചമുളക് കൂടെ ഇട്ട് വഴറ്റി വയ്ക്കും. ഇത്രയും സാധനം വഴറ്റിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുവാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയത്. ഇനി അതേ ഓയിലിൽ നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ സെലറി ഒന്ന് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. പിന്നെ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനം ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഇടുവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വഴറ്റി വെച്ച ബാക്കി സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ തിളപ്പിക്കുക. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് പറ്റിയത്. ഞാനിന്ന് എടുത്തിരിക്കുന്ന 1/300 ചിക്കൻ്റെ അളവ്. 1.5 കിലോയ്ക്ക് വരെ ഇത് മതിയാവും. ഇനി കറി ഒന്ന് കുറുകി വരുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. ഇനി പോരാത്ത ഉപ്പും പിന്നെ വഴറ്റി വെച്ചതിൽ സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത കുരുമുളക് പൊടിയോ റെഡ് ചില്ലി സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. സർപ്രൈസ് ആയിട്ട് കഴിക്കുന്നു. നീ പ്രതീക്ഷിച്ചില്ല നല്ലതായിരിക്കും. ഇടക്കിടക്ക് ഉണ്ടാക്ക്. അടുത്ത പ്രാവശ്യം നീ ഉണ്ടാക്ക്. ഇതിൻ്റെ കൂടെ എന്തുവാ? ഇതിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി, അത് നീ ഉണ്ടാക്കും. ഞാൻ ചില്ലി ചിക്കൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നൂഡിൽസ് ഇഷ്ടമുള്ള ഉണ്ടാക്കി കേട്ടോ. ഓക്കേ. ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിൻ്റെ ഇടയിൽ കുറേ ബർത്ത്ഡേയ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചില ബർത്ത്ഡേയ്സ് നമുക്ക് കാണാം. Happy birthday to you. Happy birthday.
Happy birthday